കൊല്ലം റേഡിയോ പ്രഭാത വാർത്താ ബുള്ളറ്റിൻ. ഇന്ന് 2025 ഡിസംബർ 16 ചൊവ്വാഴ്ച. കൊല്ലം റേഡിയോയുടെ പ്രഭാത വാർത്താ ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ വാർത്തകൾ. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ MGNREGA പേരുമാറ്റി. പേരുമാറ്റാനുള്ള ബില്ല് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചു. പുതിയ പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീണ്. ചുരുക്കപ്പേര് VBG റാംജി. ഈ നീക്കം വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്ന് സർക്കാർ വിശദീകരിക്കുന്നു. പദ്ധതിയിൽ നിലവിലുള്ള 100 ദിവസത്തെ തൊഴിലുറപ്പ് പുതിയ ബില്ല് പ്രകാരം 125 ദിവസമായി ഉയർത്താനും നിർദ്ദേശമുണ്ട്. വിവാദവും വിമർശനങ്ങളും. പ്രിയങ്ക ഗാന്ധി പദ്ധതിയുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനു പകരം പേരുമാറ്റത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ലജ്ജാകരമാണെന്ന് വിമർശിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാവങ്ങളുടെ അത്താണിയായ പദ്ധതിയെ നിർവീര്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. സംഘപരിവാറിന് ഗാന്ധി എന്ന പേരിനോടും ആശയത്തോടുമുള്ള വിദ്വേഷമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ശശി തരൂർ MP പുതിയ റാംജി ബില്ലുമായി ബന്ധപ്പെട്ട വിവാദം ദൗർഭാഗ്യകരമാണ്. ഗ്രാമസ്വരാജ്യം രാമരാജ്യവും ഗാന്ധിജിയുടെ ചിന്താധാരയിലെ നെടുംതൂണുകളായിരുന്നു. ഇല്ലാത്ത ചേരിതിരിവ് സൃഷ്ടിച്ച് ആ പാരമ്പര്യത്തെ അനാദരിക്കാതിരിക്കാമെന്നും അദ്ദേഹം പ്രതികരിച്ചു. കേരള രാഷ്ട്രീയം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകൾ. CPM നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുമുന്നണിക്ക് തിരിച്ചടിയല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. ഭരണവിരുദ്ധ വികാരമില്ലെന്നും ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് LDFന്റെ വോട്ട് വർദ്ധിച്ചെന്ന് ജോൺ ബ്രിട്ടാസ് MP. CPIയുടെ വിലയിരുത്തൽ. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമായി അലയടിച്ചിട്ടുണ്ട്. ഇത് കാണാതെ മുന്നോട്ടു പോകാനാകില്ല. മുഖ്യമന്ത്രിയുടെ പല തീരുമാനങ്ങളും ഏകപക്ഷീയമാണെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോട് മുഖ്യമന്ത്രി കാണിച്ച മനോഭാവം ന്യൂനപക്ഷ വോട്ട് ചോർച്ചയ്ക്ക് കാരണമായെന്നും CPI സംസ്ഥാന നിർവാഹക സമിതി വിലയിരുത്തി. വെള്ളാപ്പള്ളി നടേശൻ പാവപ്പെട്ട സമുദായക്കാരനായതുകൊണ്ടാണോ തന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചു. VD സതീശൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്തത് UDFനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃപ്പൂണിത്തുറ നഗരസഭയിൽ BJP അധികാരത്തിലെത്താതിരിക്കാൻ CPMഉം കോൺഗ്രസും ഒന്നിക്കില്ല. സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് കാരണം. പാർട്ടി മാറ്റം. പാലക്കാട് പൊൽപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബാലഗംഗാധരൻ CPMൽ നിന്ന് BJPയിൽ ചേർന്നു. ഖേദപ്രകടനം. മലപ്പുറം തെന്നലയിലെ സ്ത്രീവിരുദ്ധ പ്രസംഗത്തിൽ CPM നേതാവ് സേതാലി മജീദ് ഖേദം പ്രകടിപ്പിച്ചു. മറ്റ് പ്രധാന കേരള വാർത്തകൾ. ട്രെയിൻ സർവീസ്. ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ പ്രമാണിച്ച് ഈ മാസം 20 മുതൽ 4 ശനിയാഴ്ചകളിൽ വഡോദരയിൽ നിന്ന് കോട്ടയത്തേക്ക് പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തും. കേന്ദ്ര ഗ്രാന്റ്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ ആദ്യ ഗഡുവായി കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 260.20 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. ശബരിമല. മണ്ഡല പൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്ക അങ്കി രഥഘോഷയാത്ര ഡിസംബർ 23 രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. ശബരിമല കട്ടിളപ്പാളിയിൽ സ്വർണമില്ലെന്ന് അറസ്റ്റിലായ ദേവസ്വം മുൻ കമ്മീഷണർ N. വാസു ഹൈക്കോടതിയിൽ വാദിച്ചു. ചലച്ചിത്രമേള പ്രതിസന്ധി. തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ IFFK 19 സിനിമകളുടെ പ്രദർശനത്തിന് കേന്ദ്രാനുമതി ലഭിക്കാത്തതിനാൽ പ്രതിസന്ധി. ഇതോടെ 7 സിനിമകളുടെ പ്രദർശനം മുടങ്ങി. സെൻസർ എക്സംഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതാണ് കാരണം. സൈബർ ആക്രമണം. നടി ആക്രമണക്കേസിലെ വിചാരണ കോടതി ജഡ്ജിക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചു. രാഹുൽ ഈശ്വർ ജാമ്യം. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിലായിരുന്ന രാഹുൽ ഈശ്വറിന് 16 ദിവസത്തിനു ശേഷം ജാമ്യം ലഭിച്ചു. രോഗവ്യാപനം. പാലക്കാട് ജില്ലയിലെ തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. രോഗവ്യാപനം തടയാൻ തിരുമിറ്റക്കോട്, നാഗലശ്ശേരി, തൃത്താല, ചാലിശ്ശേരി എന്നിവിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. വാഹനാപകടം. കൊല്ലം നിലമേൽ വാഴോട് തീർത്ഥാടകർ സഞ്ചരിച്ച കാറും KSRTC ബസും കൂട്ടിയിടിച്ച് 2 മരണം. തിരുവനന്തപുരം പൂജപ്പുര സ്വദേശികളായ ബിച്ചു ചന്ദ്രൻ, സതീഷ് എന്നിവരാണ് മരിച്ചത്. വോട്ടർ പട്ടിക പരിഷ്കരണം. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ കമ്മീഷൻ കണക്കുകളിൽ പിശകുണ്ടെന്നാരോപിച്ച് രാഷ്ട്രീയ കക്ഷികൾ പരാതി നൽകി. തിരികെ ലഭിക്കാത്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം സംബന്ധിച്ചാണ് പ്രധാനമായും സംശയമുയർന്നത്. ലൈംഗിക അതിക്രമ പരാതി. സംവിധായകനും മുൻ MLAയുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി. ദേശീയ അന്തർദേശീയ വാർത്തകൾ. ദില്ലിയിൽ കനത്ത പുകമഞ്ഞ് ജനജീവിതം ദുസ്സഹമാക്കി. കാഴ്ചപരിധി 0 റോഡ് വ്യോമഗതാഗതം താറുമാറായി. ഭീകരാക്രമണം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് കേന്ദ്രീകൃത ഗൂഢാലോചനയാണെന്ന് NIA കുറ്റപത്രം സമർപ്പിച്ചു. BJP ബിഹാർ മന്ത്രി നിതിൻ നബീൻ BJP ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റു. പാക് അധീന കശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഷ്കർ-e തൊയ്ബ വർദ്ധിപ്പിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. യുദ്ധ ഹെലികോപ്റ്റർ. അമേരിക്കയുടെ ശേഷിക്കുന്ന 3 അപ്പാച്ചെ AH-64 ഈ യുദ്ധ ഹെലികോപ്റ്ററുകൾ ഈ ആഴ്ച ഇന്ത്യയിലെത്തും. കായിക വിനോദം. മെസ്സി ടൂർ.
അർജന്റീന സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഗോട്ട് ടൂറിന് ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ പര്യവസാനമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച വിദേശ സന്ദർശനം കാരണം റദ്ദാക്കി. ബിസിനസ് ആൻഡ് ടെക്നോളജി. റിലയൻസ് ഏറ്റെടുക്കൽ. FMCG രംഗത്ത് മത്സരം കടുപ്പിക്കാൻ റിലയൻസ് ഇൻഡസ്ട്രീസ് തമിഴ്നാട് ആസ്ഥാനമായ ഉദയംസ് അഗ്രോ ഫുഡ്സിനെ ഏറ്റെടുക്കാൻ നീക്കം തുടങ്ങി. ടി.വി.എസ്. ഐക്യൂബിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന അതിവേഗം വർദ്ധിക്കുന്നു. പ്രാരംഭ എക്സ് ഷോറൂം വില 95,372 രൂപ. കലാ സാംസ്കാരികം. MS സുബ്ബലക്ഷ്മി സിനിമ. സംഗീതജ്ഞ MS സുബ്ബലക്ഷ്മിയുടെ ജീവിതം സിനിമയാകുന്നു. നടി സായ് പല്ലവി സുബ്ബലക്ഷ്മിയായി എത്തും.